പോകാനാണ്. ഇത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ ഒരു ക്ലാസ് കൂടെ അവസാനിക്കും. ആ രൂപത്തിൽ എന്ത് ചെയ്തരാ, പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ന് വേൾഡില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സാമ്പത്തിക വിദഗ്ധരെ കണ്ടെത്തിയ ഒരു സംഭവമാണ്. ഇന്ത്യയില് 4 ഐറ്റം ജോലിക്കാരുള്ളത്. 4 ഐറ്റം ജോലിക്കാർ ആരൊക്കെയെന്ന് അറിയാൻ പറ്റുമോ? നമ്മളെ ഫാമിലീസിന് അറിയുന്ന സംഭവമാണ് ഗൾഫ്, കൂലിപ്പണി, സർക്കാർ ജോലി. ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പൂർവികർ നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 4 ഐറ്റം ജോലിയുള്ള ഒന്ന് എംപ്ലോയീസ് ആണ്. ഇത് വലിയ വലിയ സാമ്പത്തികത്തിൽ വിലയിരുത്തിയ ഒരു സംഭവമാണ്. ആരാണ് എംപ്ലോയീസ്? ജോലിക്കാർ. ഇന്ന് പണിയുണ്ടോ? ഇന്ന് പൈസ ഉണ്ട്. ഇന്ന് പണിയില്ലേ, അവർക്ക് എന്തില്ല. ഈ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി വന്ന് ലോക്ക്ഡൌൺ ഒക്കെ ഇട്ടപ്പോൾ ഒട്ടനവധി ആളുകൾ ചെയ്ത് വീട്ടിലിരുന്നു. ആ കാരണം നാട്ടിൽ ഭയങ്കര രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, അവർ ഫുഡില്ലാത്ത അവസ്ഥ വരെ വന്നു അല്ലേ. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണ് നാട്ടിൽ കുടിച്ചിരുന്നത്? നാട്ടിലെ ചാരിറ്റി ആയിട്ടും പല രീതിയിലുള്ള സംഘടനകളായിട്ടും അവർ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്ത് ഓരോ സംഭവങ്ങൾ എത്തിച്ചെന്ന കാരണമാണ് കോവിഡിലെ ആ ലോക്ക്ഡൌണിൽ പിടിച്ചത്. അപ്പൊ എംപ്ലോയീസ്. പിന്നെ വരുന്നത് സെൽഫ് എംപ്ലോയീസ് ആണ്. ആരാണ് സെൽഫ് എംപ്ലോയീസ്? അതായത് ഒരു ജോലി പഠിക്കുക. അപ്പൊ ഒരു പെയിന്റിംഗ് ആയിക്കോട്ടെ, എന്താണ് അതിനെ കുറിച്ച് പഠിച്ചിട്ട് എന്താണ് പെയിന്റിംഗ് ആയി ആള് ഭൂമിയിൽ എവിടെ കൊണ്ടുപോയിട്ട് ആൾ എന്താണ് പെയിന്റിംഗ് ആണ്. അതേമാതിരി ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പല ആളുകളും സെൽഫ് എംപ്ലോയീസ്. ഇവർ എത്ര കാലം സർവീസിലുണ്ടോ അത്ര കാലം എന്തുള്ളൂ, ഇവർക്ക് ശമ്പളം ഉള്ളൂ. ഓക്കെ. പിന്നെ വരുന്നത് ബിസിനസ്. ശരിക്കും സാമ്പത്തിക വിദഗ്ധ ഇപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അതിലെ ബാക്കറി കളിക്കാരാണ് ബിസിനസ് ആണ് ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയ്ഡ്. പക്ഷെ ബിസിനസ്സേഴ്സ് എന്ന് പറഞ്ഞ സാമ്പത്തികത്തിൽ മിനിമം 100 ആളുകൾ എന്ത് ചെയ്യണം, ആളടിയിൽ ജോലിക്ക് പോകണം. ഇയാളൊരു 4 സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലെ ബേക്കറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ എന്ത് ആള് ബിസിനസ്സുകാരാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലുള്ള മേഖലയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വരുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഇതിന്റെ ഓണർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കോടികൾ മുതക്കി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ആൾ മാസം എന്ത് ചെയ്യുന്നുണ്ടാവും, ആൾക്ക് ഇതിന് റെന്റ് കിട്ടും അല്ലേ. ചില ആളുകൾ എന്ത് ചെയ്യും, കുറെ പൈസ നമ്മൾ ജ്വല്ലറിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് മാസം 5,000 10,000 ആയിട്ട് കുറെ ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് പോലെ ട്രേഡിംഗ് മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞതിൽ ഇന്ത്യൻ ജനസംഖ്യന്റെ അല്ലെങ്കിൽ ലോകത്തിലെ ജനസംഖ്യന്റെ 90% ആളുകൾ എവിടെയാണ്, ഈ എംപ്ലോയീസിനും സെൽഫ് എംപ്ലോയീസിലാണ്. എംപ്ലോയീസിന് 10% ആളുകൾ മാത്രം എന്താണ് ബിസിനസ്സേഴ്സും ഇൻവെസ്റ്റേഴ്സിന്റെ ഉള്ളൂ. അതായത് ഇതിനോട് കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ത്യന്റെ സമ്പത്തിന്റെ 99% കിടക്കുന്നത് ഈ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ. 1% മാത്രമേ ഉള്ളൂ ആരെടുത്ത്, ഈ 90% ആളുകൾ എടുത്ത്. അത് പറയാൻ കാരണം എന്താ വെച്ചാല് ഒരു നോട്ട് നിരോധനം വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യന്റെ മൊത്തം സാമ്പത്തിക വികസനത്തിന്റെ രൂപത്തിൽ ഒരു നോട്ട് നിരോധനം വന്നപ്പോ, ഈ നോട്ട് നിരോധിച്ചപ്പോ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കിൽ നിന്നും ഇത് കളക്ട് ചെയ്തു. ജനങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് 500,000 കളക്ട് ചെയ്തിട്ട് റിസർവ് ബാങ്കിക്ക് ഈ നോട്ട് എത്തി അല്ലെ. ഈ നോട്ട് എത്തിയപ്പോ റിസർവ് ബാങ്ക് പറഞ്ഞു എന്ത് 15 ലക്ഷം കോടിയാണ് അച്ചടിച്ചിരുന്നത്. കംപ്ലീറ്റ് എന്ത് ചെയ്തിരിക്കുന്നത് 100% തിരിച്ചെത്തിക്കണെന്ന് പറഞ്ഞു. പക്ഷെ ഈ 15 ലക്ഷം കോടി അംബാനിയുടെ സ്വത്ത് മാത്രം നോക്കുമ്പോൾ 9 ലക്ഷം കോടി ഉണ്ട്. ഈ 15 ലക്ഷത്തിന്റെ 3/4 ആർക്കുണ്ട്, അംബാനി എന്ന് പറഞ്ഞാൽ അതുപോലുള്ള കോടീശ്വരന്മാരെടുത്താണ് ഇന്ത്യന്റെ സമ്പത്തിന്റെ എന്ത് 99%. 1% മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 90% ആളുകളിൽ ഇതിൽ മിനിമം ഒരു 80% കടക്കാരായിരിക്കും അല്ലെ. ബാങ്ക് ലോണ് അല്ലെങ്കിൽ അയൽവക്കത്ത് നിന്ന് കടം വാങ്ങുക അല്ലെങ്കിൽ ഓർണമെന്റ്സ് പല രൂപത്തിലും എന്താണ് അവർ കടക്കാരായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് വേണം, ഇതിക്ക് പാസ് ചെയ്യണ്ടേ, ഒരു സാമ്പത്തിക ഫ്രീഡം നമുക്ക് വേണ്ടേ, നമ്മളെ കുട്ടികളും മക്കളൊക്കെ നേരത്തെ നോക്കണ്ടേ, നമ്മൾ ആഗ്രഹിച്ച സംഭവങ്ങൾ വാങ്ങണ്ടേ. പക്ഷെ അതിന് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്, ഈ 90%. ഇതിന് 10% നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? അതായത് മിനിമം നമ്മളൊരു ബിസിനസ് തന്നെ ആവണമെങ്കിൽ എത്ര ലക്ഷം ചെലവ്, എത്ര റുപ്യ ചെലവുണ്ടാവും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ? അത് സാറേ 10 ലക്ഷം ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ സെറ്റപ്പിൾ ഒരു ബിസിനസ്. മിനിമം നമ്മുടെ കയ്യിൽ എന്താണ് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയെങ്കിലും വേണ്ടേ. 1 ലക്ഷം രൂപ നമുക്ക് പെട്ടിക്കാടാ, പക്ഷെ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എത്ര നമ്മൾ വിചാരിച്ച എത്ര. പക്ഷെ വലിയ രീതിയിലൊരു നമ്മൾ ലാഭം പ്രതീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം, 1 കോടിയോ 2 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ആരും ഈ പൈസ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരത്തെ പറ്റി പറയാനാണ് ഞാൻ ഇവിടെ എത്തിക്കുന്നത്. ആ കമ്പനിയുടെ പേരാണ് ഹൈറിസ്.
തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന, ആദ്യം നടത്തറയിലായിരുന്നു, ഇപ്പോൾ ഉലകത്തേക്ക് മാറിയ തൃശ്ശൂർ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഹൈറിച്ച്. 2016 കമ്പനി വന്നത്. അത് റെഡിമെയ്ഡ് ഡ്രസ് ഐറ്റംസ് ഒക്കെ ആയിട്ട് സെയിൽ ചെയ്ത് പോകുന്ന ഒരു കമ്പനി 2016. 2018 പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ ഓൺലൈൻ ഷോപ്പ്, അതായത് ഗ്രോസറി ഐറ്റംസിലേക്ക് മാറിയത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര 2021 കഴിഞ്ഞില്ല, ഒരു മാസം കൂടി 2021 അവസാനിച്ചു. ഏകദേശം 5 വർഷം അല്ലേ, 5 വർഷം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഈ ഒരു കമ്പനിയുടെ എംഡിയുടെ പേര് പ്രതാപൻ എന്നാണ്. AD പ്രതാപൻ എന്ന് പറയും. ഇന്ന് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു 200 സ്ക്വയർ ഫീറ്റ് റൂമിൽ ഒരു സെക്കൻഡ് ലാപ്ടോപ്പ് വെച്ച് തുടങ്ങിയ കമ്പനി ഇന്ന് കോടികളാണ് വരുമാനം. അതുപോലെ തന്നെ ഇന്ന് 35,000 സ്ക്വയർ ഫീറ്റിന്റെ സ്വന്തമായ ബിൽഡിംഗ് മാറി ചെയ്തു. ഏകദേശം ഒരു സ്റ്റാഫിന് വെച്ച് തുടങ്ങിയ കമ്പനി ഇന്ന് പല വെയർ ഹൗസുകളിലായിട്ടും ഓഫീസിലെ സ്റ്റാഫായിട്ട് ആയിരക്കണക്കിന് ആളുകൾ നിന്ന് ഇന്ന് കമ്പനിക്ക് സ്റ്റാഫായിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിലും വലിയൊരു കമ്പനിയാണ്. ഇന്ന് ഏകദേശം മലപ്പുറം ജില്ലയായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലായിക്കോട്ടെ ഒട്ടനവധി സാധാരണക്കാരെ ഇന്ന് മാസം 4-5 ലക്ഷം, നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്നുണ്ട്, മാസം 3-4 ലക്ഷം വാങ്ങുന്ന ആളുകൾ. ഈ രൂപത്തിക്ക് സാധാരണക്കാരെ കുറെ ആളുകളെ ഒരു ഈ കണ്ണ് ചിപ്പി തുറക്കുമ്പോൾ മാറ്റം വരുന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ മാറി കുറെ ആളുകളുണ്ട് മലപ്പുറത്ത്. നമുക്കൊക്കെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിന് നമുക്ക് മാറണ്ടേ, അതിന് കമ്പനി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് മൈക്കാട്ടോ. അപ്പൊ ഹൈറിച്ചില് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ഇതിന് 2 വരുമാനമാണ് നമുക്ക് നിലവിലുണ്ടാവുക. ഒന്നെന്താണ്, നമുക്ക് പെൻഷൻ മാതിരി എന്ത് ചെയ്യാം, ഭാവിയിൽ വീട്ടിലിരുന്നുകൊണ്ട്, ഭാവി വർഷങ്ങളൊന്നുമില്ല, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഷൻ മാതിരി നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റീപർച്ചേസിംഗ് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സാലറി ബേസ് ചെയ്തിട്ടും, അതായത് 4-5 ലക്ഷം വരെയൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ റഷീദ് സാറ് ഇടവിട്ട് റെഗുലർ ആയിട്ട് എന്തുണ്ട്, അദ്ദേഹം 10,000 രൂപ ഡെയിലി വാങ്ങുന്നുണ്ട്. ഈ രൂപ ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനം 10,000 രൂപയാണ്. അപ്പൊ ഈ രൂപത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് കമ്പനി പറയുന്ന 2 ഓപ്ഷനാണ്. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹൈറിച്ചിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നമുക്കിതിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, ഒരു രൂപ എന്ത് ചെയ്യണ്ട, മുടക്കണ്ട. പക്ഷെ ഇന്ന് ഹൈറിച്ചിന്റെ ഏകദേശം 140ഓളം സൂപ്പർ മാർക്കറ്റ് കേരളത്തിൽ അവൈലബിൾ ആണ്. ഈ ഒരു പിൻകോഡിലാണ് കമ്പനി എന്ത് ചെയ്യാം, ഒരു സൂപ്പർ മാർക്കറ്റ് അനുവദിച്ചിട്ടുള്ളത്. ഒരു പിൻകോഡിലാണ് ഒരു ഷോപ്പ് ഉണ്ടാവുക. അപ്പൊ കേരളത്തിൽ എത്ര പിൻകോഡ് ഉണ്ട്? 1500. അപ്പൊ നമുക്ക് 140 പിൻകോഡിലുള്ളൂ. അപ്പൊ ഇവിടുത്തെ പിൻകോഡിൽ വരും കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, ഒരു വർഷം കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യും 140 സൂപ്പർ മാർക്കറ്റ് വന്നത്. അപ്പോൾ ഒരു വർഷം, അടുത്ത വർഷം 500 മേലെ എന്തുണ്ടാവും. അത് ഒരു 2-3 വർഷം മുതൽ കേരളം കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഹൈറിച്ചിന്റെ ഷോപ്പുകൾ ഫിൽ ചെയ്യും. ഇന്നൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല സാറേ, തൃശ്ശൂർ റിലീസ് ചെയ്തിട്ട് നാളെ കൊടുങ്ങല്ലൂരുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നുണ്ട്. ഡെയിലി കമ്പനിയുടെ വെയർ ഹൗസ് ഉണ്ട്. പിന്നെ കമ്പനിയുടെ അടുത്ത ഒരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പനി മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പറഞ്ഞാൽ ഗ്രോസറിയാണ്. അതായത് നമ്മളെ നിത്യം ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ്. എന്തായാലും ഗ്രോസറി നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈക് സോപ്പ്, കോൾഗേറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കമ്പനി ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട്, ഹോം അപ്ലയൻസ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. അപ്പൊ കമ്പനി എന്താണ് രണ്ടാമത് കൊടുക്കുന്നത്, ഹോം ഡെലിവറിയാണ്. അതായത് നമ്മൾ വീട്ടിൽ ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് മാതിരി ചെയ്യും, നമുക്ക് വീട്ടിൽ സാധനങ്ങൾ എത്തും. പിന്നെ വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. വീട്ടിലെത്തിയിട്ട് പൈസ കൊടുത്താൽ മതി. എന്ത് സാധനം ഹൈറിച്ചിന് എന്ത് ചെയ്യാം, നമ്മൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലെത്തിയിട്ട് ക്യാഷ് കൊടുത്താൽ മതി. പിന്നെ റിട്ടേൺ പോളിസി ഉണ്ട്. നമുക്ക് പറ്റാത്ത സാധനം എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. ആവശ്യമില്ലാത്ത നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഇത് പൊട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അരി ഇതിലെന്ത് മറ്റേ പ്രാണിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറ്റാത്ത സാധനമാണെങ്കിൽ തിരിച്ചു കൊടുക്കാം. പിന്നെ കമ്പനിയുടെ ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ നിധി ലിമിറ്റഡ് ഓപ്പൺ ആയിക്കാണ്. കേരളത്തിന്റെ ഉടനീളം ചെയ്തത് കമ്പനിയുടെ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട്. നിധി ലിമിറ്റഡ് ആണ് മുത്തൂറ്റ്, മണപ്പുറമായി ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ 3800 കോടി ഹൈറിച്ചിന് കിട്ടിയത് കമ്പനിയുടെ അതായത് മറ്റേ ഓർഗാനിക് ഫാം. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിഷടിക്കാത്ത സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഹൈറിച്ച് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടൈപ്പ് വന്നാണ്ട് കമ്പനിക്ക് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് ഒരു സബ്സിഡി രൂപത്തിൽ ഏകദേശം 3500 കോടി കൊടുക്കും. അപ്പൊ കമ്പനി എന്താണ്, ഓൾമോസ്റ്റ് സേഫാണ്. ഇനി നമ്മളെന്ത് ചെയ്യണം, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് രജിസ്ട്രേഷൻ എന്താണ്, ഫ്രീ ആണ്. ഈ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക് വില കുറവിൽ സാധനം മാത്രമേ കിട്ടുള്ളൂ, വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. വില കുറവില്ല. നമ്മൾ ഏത് സാധനം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുജാലമ 5 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ പരിപ്പുമ്പോൾ 3 രൂപ ഉണ്ട്.
ലെക്സോപ്പും 1 റുപ്യ ഉണ്ട്, പഞ്ചസാരം 1 റുപ്യ 50 ഉണ്ട്. ഇങ്ങനെ ഓരോ സാധനത്തിനും എന്തുണ്ട് കമ്പനി 3-30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് സാധനം എടുക്കുകയാണെങ്കിലും വില കുറവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ സാധനം വാങ്ങാൻ പറ്റും. ഈ ഹോം ഡെലിവറി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കിട്ടും. വരുമാനം കിട്ടും. വരുമാനം കിട്ടുമെങ്കിൽ എന്ത് വേണം, ഈ ഫ്രീ രജിസ്ട്രേഷനെ പ്രിവിലേജ് ഐഡിയ ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആക്റ്റീവ് ചെയ്യണം. ഫ്രീ രജിസ്ട്രേഷനെ പ്രിവിലേജ് ഐഡിയ അതിനെന്ത് ചെയ്യാൻ പറ്റുക, കമ്പനിയിൽ ഏകദേശം കുറെ ഉൽപ്പന്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എടുത്തുകൊണ്ട് 800 രൂപയുടെ ഒരു ഉൽപ്പന്നം 750 റുപ്യ ഉള്ളൂ, പ്ലസ് 50 രൂപ പോസ്റ്റൽ സർവീസ് ആണ്. അത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണ്. ഈ ഇത്ത പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, പോസ്റ്റൽ വഴി തരിക. അപ്പോൾ 750 രൂപ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പ്ലസ് 50 കൊറിയർ ചാർജും കൂട്ടിയാണ് 800 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിലോട്ട് കടന്നു വരിക. അപ്പൊ നമ്മൾ എന്തായി, കമ്പനിയുടെ പ്രിവിലേജ് കസ്റ്റമറായി. മനസ്സിലാവണില്ലേ? എന്റെ ഭാഷ മനസ്സിലാവുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ കമ്പനിയുടെ പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് കമ്പനി പറയുന്ന മെയിൻ ആയിട്ട് വരുന്നത് 3 വരുമാനമാണ്. ഒന്ന് സെൽഫ് പർച്ചേസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 800 രൂപ എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞാല് കമ്പനി പറയുന്ന ഫസ്റ്റ് വരുമാനം എന്താണ്, സെൽഫ് പർച്ചേസ്. രണ്ടാമത് ഫസ്റ്റ് പർച്ചേസ്, മൂന്നാമത് റീ പർച്ചേസ്. ഈ 3 വരുമാനമാണ് എന്ത് കമ്പനി നമുക്ക് തരിക. 800 രൂപ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാല് ഈ 3 വരുമാനം കിട്ടും. ഇന്ന് നമുക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഡെയിലി നമുക്ക് 10,000-20,000 കിട്ടുന്ന ബിസിനസ് ഉണ്ടോ? പക്ഷെ ഇത് സാധാരണക്കാരെ കുറെ ആളുകൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ 800 എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ എമൗണ്ട് നമുക്ക് കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് തന്നിരുന്നത്. അപ്പൊ ഇത് മാക്സിമം യൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഈ വരുമാനം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു 3 ഒരു മിനിമം ഒരു 3-30% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം റീപർച്ചേസിംഗ്. അപ്പൊ ഈ 3 വരുമാനം പറഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി, കുറെ ഒന്നുമില്ല. ഈ ഒരു 3 വരുമാനം എന്താണെന്ന് എന്ത് ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ 3 വരുമാനത്തിൽ ഫസ്റ്റ് പറയുന്നത് റീപർച്ചേസിംഗ്. എന്താണ് റീപർച്ചേസിംഗ്? ഇപ്പൊ നമ്മളെല്ലാവരും ആമസോണിൽ സാധനം എടുത്തോന്ന് കഴിയുന്നില്ല. ആമസോണിന്ന് ഫ്ലിപ്കാർട്ടിനോ സാധനം എടുത്തോ എന്ത് ചെയ്യാം, എത്ര ആളുകൾ എടുത്തിട്ടുണ്ടാവുക? കുറെ ആള്. നമ്മൾ ആമസോൺ സാറിന് എടുത്ത ആമസോണിന് ആ മൊബൈൽ ആമസോൺ സാറിന് എന്തെങ്കിലും വരുമാനം കിട്ടിയത്? നമ്മൾ ഓഫർ കണ്ടപ്പോ ജസ്റ്റ് എന്ത് ചെയ്ത്. അപ്പൊ ഈ റീപർച്ചേസിംഗത്തില് നമ്മള് ത്രൂ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ അബുസാറ് വീട്ടില് ഒരു മാസം എത്ര രൂപ സാധനം? 10,000. മാഡത്തിന്റെ വീട്ടിലോ? 5,000. നമ്മളെ വീട്ടില് 2 ആളോ 3 ആളോ ചെറുപ്പിൽ കൂട്ടുകുടുംബമുള്ള 15-20,000 സാധനം വാങ്ങും. ചില സാധാരണക്കാരുടെ വീട്ടിൽ 2 ആളുടെ കൂടെ 5,000-4,000 വാങ്ങും. ചിലത് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ ചെലവ് കൂടുക. ഉദാഹരണം പറഞ്ഞാൽ എന്റെ വീട്ടിൽ 4 ആളുള്ളൂ, പക്ഷെ ഞാൻ കഴിഞ്ഞ മാസം കണക്കൂട്ടിയപ്പോൾ 13,000 രൂപ വന്നു. ഇതേ 3 ആളാണ് എന്റെ അളാപ്പന്റെ വീട്ടിലുള്ളത്, പക്ഷെ അവര് കണക്കൂട്ടിയപ്പോ ഒരു ഏകദേശം 2,500-3,000 രൂപ വന്നു. എന്തുകൊണ്ട്? അവർക്ക് കുറഞ്ഞത് ഞങ്ങൾക്ക് കൂടിയത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമുക്ക് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡെയിലി എന്ത് ചെയ്യാം, പച്ചക്കറിയും സാധാ ചോറിട്ട് പോവാം, കഞ്ഞിടിച്ച് പോവാം. പക്ഷെ ചില ആളുകൾ വീട്ടിൽ ഡെയിലി ചിക്കൻ ഉണ്ടാവും, മീൻ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് അവർക്ക് അത്രക്കും വരുമാനം വരാണ്ടാവും. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചിലത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടാണ്. ചില ആളുകൾ വീട്ടിലേക്ക് 30,000-35,000 രൂപ ചെലവുണ്ട്. പക്ഷെ നമ്മളൊന്നും ആലോചിച്ച് നമ്മൾ മാസ വരുമാനം ഒരു 3-4 മാസം കൂട്ടിയാലും അവരുടെ കൂടെ എത്താൻ കഴിയുന്ന ഒരു മാസം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെലവുണ്ടെങ്കിൽ ആളുകൾ ജീവിക്കുന്നത്. അപ്പൊ അബു സാറ് നമുക്കൊരു കാര്യം ചെയ്യാം, മാഡത്തിന് വരുമാനം ഒരു 5,000 രൂപ. ഓക്കെ, മാഡത്തിന്റെ പേരെന്താണ്? റീന. റീന മേഡം എന്ത് ചെയ്ത് ഒരു 5,000 രൂപയ്ക്ക് അയച്ചിരുന്ന സാധനം. പക്ഷെ കമ്പനി പറയുന്നത് എന്താണോ, ഡിസ്കൗണ്ട് 3-30% വരെ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഇപ്പൊ മുളകുമൊക്കെ 5 രൂപ 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, പരിപ്പ് കടലമൊക്കെ. പക്ഷെ ഗോൾഗേറ്റിന് ചിലയുമ്പോ 50 പൈസ ഉണ്ടാവും, ചിലയുമ്പോ 1 രൂപ ഉണ്ടാവും. അപ്പൊ കമ്പനി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് 3-30% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതാണ്. ഇതേ 5,000 രൂപയ്ക്കുള്ള സാധനം മാഡം പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ 5,600 രൂപ കൊടുക്കേണ്ടി വരും. അതായത് ഹൈറിച്ചിന് 5,000 രൂപയ്ക്ക് വാങ്ങിയപ്പോ പുറത്തുനിന്ന് ഇതേ സാധനം, ഞാൻ പറഞ്ഞു നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഹൈറിച്ചിന്റെ പ്രൊഡക്റ്റ്. ലെക്സോപ്പ് ഉപയോഗിക്കുന്നത് ലെക്സോപ്പ് ഹൈറിച്ചിന് ഉപയോഗിക്കുക. കുറുവന്റെ അരിയാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറുവന്റെ അരി യൂസ് ചെയ്യുക. നമ്മൾ എന്താണോ നിത്യം ചിലവിൽ യൂസ് ചെയ്യുന്നത് ആ സാധനങ്ങളാണ് ഹൈറിച്ചിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഈ 5,000 രൂപയ്ക്ക് ഹൈറിച്ച് സാധനം എടുത്തപ്പോ പുറത്ത് എന്ത് ചെയ്യണം, ഇതിനൊരു 5,600 രൂപ കൊടുക്കണം. അപ്പൊ 600 രൂപ എപ്പോൾ ലാഭം കിട്ടി?
സാധനം ആളെ വീട്ടിലേക്ക് മാസം മാസം വാങ്ങണേണ്. ഇത് വാങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം അരി പഞ്ചസാര ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ 5000 രൂപക്ക് സാധനം എടുത്തപ്പോ 600 രൂപ ആർക്ക് ലാഭം കിട്ടി? മാഡത്തിന് ഹൈറിച്ചിന് ലാഭം കിട്ടി. ഓക്കെ. അപ്പൊ റീനാമയുടെ 5000 രൂപക്ക് സാധനം വാങ്ങിയപ്പോ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ഇതേമാതിരി ഈ ഡിസ്കൗണ്ടിന് പുറമെ കമ്പനി ഓരോ പെർസെന്റേജ് വെച്ച് കൊടുക്കുന്നുണ്ട്. കമ്പനിക്ക് വേണ്ട ലാഭം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലെക്സ് സോപ്പ്. ഈ ലെക്സ് സോപ്പ് ഒരു സോപ്പ് എവിടെ ഉണ്ടാക്കണേ? ലെക്സ് സോപ്പ് സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടാക്കുക? ഫാക്ടറി ഉണ്ടാവും. അപ്പൊ ഈ ലെക്സ് സോപ്പിന്റെ യഥാർത്ഥ ഞാനൊരു മാസിക എന്ന് വായിച്ചതാണ് 7 രൂപയുടെ ഒരു ലെക്സ് സോപ്പിന്റെ റേറ്റ്. പക്ഷെ ഈ ലെക്സ് സോപ്പ് നേരിട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ഭാസ്കരേട്ടന്റെ കടയ്ക്ക് വരുന്നുണ്ടോ? എവിടേക്കാ പോണത്? ഇത് നേരെ പോണത് കമ്പനി നേരിട്ട് പോണത് C&F ഏജന്റ് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ്, അതായത് KTC, KRS, ABT പോലുള്ള വലിയ വലിയ പാർസൽ സർവീസ് നമ്മളെ ഹൈവേയിലൊക്കെ നിന്നാക്കണ വലിയ കണ്ടെയ്നർ ഇങ്ങനെ പോകും. അവർക്ക് ഇത് കൈമാറിയത്. ഇവിടുന്ന് ഇത് നേരിട്ട് പോണത് ഒരു സ്റ്റേറ്റ് ഡീലർക്കാണ്. ഇവിടുന്ന് ഇത് പോണത് ഒരു ഡിസ്ട്രിക്ട് ഡീലർക്കാണ്. ഇവിടുന്ന് ഇത് പോണത് ഒരു ഹോൾസെയിൽ കടയ്ക്കാണ്. ഇവിടുന്നാണ് നമ്മുടെ അടുത്തുള്ള അബോക്കന്റെ അല്ലെങ്കിൽ രാമേട്ടന്റെ കടയ്ക്ക് വരുന്നത്. ഇവിടുന്നാണ് കസ്റ്റമറായി നമ്മൾ എന്ത് ചെയ്തത് സാധനം വാങ്ങുന്നത്. 7 ഇടനിലക്കാർ കൈമറിഞ്ഞിട്ടാണ് നമ്മൾക്ക് സാധനം എത്തുന്നത്. ഈ 7 രൂപന്റെ ലെക്സ് ഇവിടുത്തെ എത്തുമ്പോൾ എത്രയായി? 20 രൂപയായി. ചിന്തിച്ചു നോക്കുക. 13 രൂപ ആരും കൊണ്ടുപോയി? ഇടനിലക്കാർ കൊണ്ടുപോയി. ഹൈറിച്ച് നേരെ പരിപാടി ഫാക്ടറി നേരിട്ട് സാധനം എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ഇടയിലുള്ള ഈ ഇടനിലക്കാർ ആരാണ്? നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതേമാതിരി കമ്പനി എന്തുണ്ട്? ഓരോ ഇതിന്റെ ഒരു പെർസെന്റേജ് കുടിക്കുന്നുണ്ട്. ആവറേജ് 5000 രൂപയ്ക്ക് റീനാമയുടെ സാധനം വാങ്ങിയപ്പോൾ കമ്പനി എന്ത് ചെയ്ത് ഒരു 300 രൂപ മുതൽ പ്ലസ് ഒരു 500 രൂപ വരെ എന്ത് ചെയ്യും? കമ്പനി എടുക്കും. ഈ വില കുറവിന്റെ ഇതിന്റെ ഒക്കെ പുറമെ കമ്പനി എടുക്കും. പക്ഷെ ഇത് കമ്പനി എടുക്കൂല. കമ്പനി എന്ത് ചെയ്യും? ഈ നമുക്ക് ഒരു ആവറേജ് 300 രൂപ കൂട്ടാം. റീനാമയുടെ എന്ത് ചെയ്ത് 5000 രൂപയ്ക്ക് സാധനം എടുക്കുമ്പോൾ 300 രൂപ എടുത്ത് കമ്പനിയുടെ അടുത്തുണ്ട്. കമ്പനി എന്ത് ചെയ്യും? ഇതിന്റെ 30% ഞാൻ പറഞ്ഞു സെൽഫ് പർച്ചേസ് എന്നാണ് സംഭവത്തിൽ പോകും. അതായത് മാഡം പർച്ചേസ് ചെയ്യുമ്പോൾ ഈ 30%, 300 30% എത്ര? 90 രൂപ. ആർക്ക് കിട്ടി? റീന മാഡത്തിന് കിട്ടി. എന്നാ ആലോചിച്ചേക്ക്. റീന മാഡം വീട്ടിൽ സാധനം വാങ്ങിയപ്പോൾ കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേറെ ആളുകൾക്കാണ്. പക്ഷെ ഇവിടെ റീന മാഡം 5000 രൂപ സാധനം വാങ്ങിയപ്പോൾ അതിന് 30% ആർക്ക് കിട്ടി? റീന മാഡത്തിന് കിട്ടി. അത് 90 രൂപ. 300-ലെ 30% 90 രൂപ ആർക്കിനായിട്ട് റീന മാഡത്തിന് കിട്ടി. സ്വന്തം പർച്ചേസ് അപ്പോൾ സ്വന്തം പോക്കറ്റിൽ എന്ത് ചെയ്ത് വരുമാനം കിട്ടി. തീർന്നിട്ടില്ല. ഇവിടെ 300-ന്റെ ബാലൻസ് 210 ഇല്ലേ? ഇത് 90 പോയിട്ടുള്ളൂ. ബാലൻസ് 210 അവിടെ ഉണ്ട്. അവിടെ ഇല്ലേ? ഓക്കെ. അപ്പൊ ഈ 300-ന്റെ 20%, 300-ന്റെ 20% എത്ര? 60 രൂപ. റീന മാഡത്തിന് ആരാണോ കൊണ്ടുവന്നത് ആൾക്ക് കിട്ടും. മാഡത്തിന് ആരെ ബിസിനസ് കൊടുത്തത്? പ്രവീണേട്ടൻ. പ്രവീണേട്ടന് കിട്ടും. കാലങ്ങളായിട്ട് വീട്ടിൽ സാധനം വാങ്ങിട്ട് ഇതൊരാർക്കും കിട്ടി. ഓക്കെ, അവർക്ക് കിട്ടും. അപ്പൊ ഓക്കെ. അപ്പൊ 300-ന്റെ ബാലൻസ് ഇതിൽ എത്ര പോയി? ഇതില് 60 പോയി കഴിഞ്ഞാൽ 250 അല്ല 150. ബാലൻസ് 150 ബാലൻസ് ഉണ്ട്. അങ്ങനെ 300-ന് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്തിട്ട് മാർക്കിങ്ങിന് കൊടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 15% ഈ മാഡത്തിനെ കൊടുന്നൊരു വ്യക്തിന്റെ മേലെ ഒരാളുണ്ടല്ലോ. അപ്പൊ ഇവിടെ പ്രവീണേട്ടനാണെങ്കിൽ അതിന്റെ മേലെ ആരുണ്ട്? വേറൊരാളുണ്ടാവും. ആൾക്ക് എന്ത് ചെയ്യും? 15% 40 കിട്ടും. ഇയാളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ മേലക്കുന്ന ആളൊന്നും അറിയണ്ടാവില്ല. മാഡത്തിന്റെ വീട്ടിൽ കാലങ്ങളായിട്ട് വന്നതല്ലേ. അയച്ചുന്ന വാങ്ങിക്കൊന്നും അറിയണ്ടാവില്ല. അക്കൗണ്ടിൽ വരുന്നേ മാത്രമേ അറിയണ്ടാവുള്ളൂ. പിന്നെ 10% ചെയ്യും അതിന്റെ മേലാൾക്ക്. 300-ന്റെ 10% 30 രൂപ അതിന്റെ മേലാൾക്കുള്ള പോകും. പിന്നെ 5%, അതായത് 15 രൂപ അതിന്റെ മേലാൾക്കും. അവിടെ എത്തുമ്പോൾ ആൾക്ക് നമ്മൾ ഒറ്റക്കല്ലേ കാലം, ആയിരക്കണക്കിന് ആളുണ്ടാവും. അവരൊന്ന് പലത്തോട്ട് പെരുവള്ളമായി 15 രൂപക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് ചെയ്യും? ആൾക്ക് ലക്ഷങ്ങളായിട്ട് പ്രതിമാസം വരുമാനം. ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും 5000 രൂപയ്ക്കുള്ള സാധനം വാങ്ങും. ചില 2000 രൂപ വാങ്ങും. വീട്ടിൽ കല്യാണെങ്കിൽ 5000 10000 രൂപയ്ക്ക് വാങ്ങും, അല്ലെങ്കിൽ 50000 രൂപയ്ക്ക് വാങ്ങും. അപ്പൊ ഈ കിട്ടുന്ന വരുമാനം ചെയ്യും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇങ്ങനെ ഏകദേശം 5%, 2.5% വെച്ചിട്ട് ഏകദേശം 4 ആൾക്ക് കൊടുക്കും. 1.25% വെച്ചിട്ട് 5 ആൾക്ക്, 0.75% വെച്ച് 5 ആൾക്ക്. അപ്പൊ 5, 10, 14, 15, 16, 17, 18 ലെവൽ എന്ത് ചെയ്യും? മേലക്ക് നമ്മുടെ സാധനം വാങ്ങിയപ്പോ മേലത്തെ ആളുകൾക്ക് പോകും. 18 ആളുകൾക്ക് പോകും. ഇത് 19 അതായത് കിട്ടും. മാഡത്തിന് തന്നെ കിട്ടും. അങ്ങനെ 19 എന്ത് ചെയ്യും? 19% ആക്കിയിട്ട് ഈ 300-ന് എന്ത് ചെയ്യും? വീതിച്ചു കൊടുക്കും. ഓക്കെ. പക്ഷേ റീന മാഡം തന്നെ പറഞ്ഞ മാഡത്തിനല്ല, ഇത് ഓരോരുത്തരും അവരവരായിട്ട് കണ്ടാൽ ഒരു ഉദാഹരണത്തിനാണ് മാഡത്തിന് എടുത്തത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അറിയിക്കുണ്ടാവും റീന മാഡത്തിന് കിട്ടുന്നുണ്ട്, എന്തെങ്കിലും മേലുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കിട്ടൂല? കാരണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ
ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ശതമാനത്തിൽ 30%, 20%, 15%, 10%, 5%, 2%, ഇങ്ങനെ 19 ഓക്കെ. അപ്പൊ നമ്മൾ റീന മേഡം ജോയിൻ ചെയ്തു. ഇനി റീന മേഡത്തിന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള അറിയട്ടെ. ഇപ്പൊ റീന മേഡം എന്ത് ചെയ്തു? റീന മേഡം ബിസിനസ് ഇഷ്ടപ്പെട്ടു, സ്വന്തം വീട്ടിൽ സാധനം വാങ്ങിയപ്പോൾ അക്കൗണ്ടിൽ പൈസ കയറുന്നത് മനസ്സിലാക്കി. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ആരും മനസ്സിലാക്കി. റീന മേഡം മനസ്സിലാക്കിയപ്പോ റീന മേഡം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയും അല്ലേ? നമ്മള് ഏതൊരു സംഭവമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് ഡോക്ടർ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്തോടും പറയും അല്ലെ? ഇങ്ങനെ നമ്മൾ കാരണം ലോകത്തിലെ ഏറ്റവും മൂർച്ചയേറിയ പരസ്യം എന്താണ്? ഒരു ഉപഭോക്താവ് ഉപയോഗിച്ചത് വാങ്ങുകയാണ് പരസ്യം. മേട കാലങ്ങളായിട്ട് സാധനം വാങ്ങുന്നത് ഇതുവരെ ഒരു കുട്ടി കിട്ടിയിട്ടില്ല. പക്ഷെ ആയിരത്തിന് സാധനം വാങ്ങിയപ്പോൾ വില കുറവും കിട്ടി, സെൽഫ് വർക്കിന് സ്വന്തം അക്കൗണ്ടിൽ പൈസയും കിട്ടി. ഈ ഒരു സംഭവം എന്തായാലും റീനാമയുടെ 10 ആളോട് പറയും ഇല്ലേ? അപ്പൊ ഇനി പറയാൻ പറഞ്ഞ റീപർച്ചേസിങ് കേട്ടോ. അപ്പൊ റീനാമയുടെ ചെയ്ത് ഈ ഒരു അവസരം തൊട്ടടുത്തുള്ള സുഹൃത്തായ പ്രജി സാറിനോട് പറഞ്ഞു. റീനാമേഡത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്? പ്രജി സാറ്. പ്രജി സാറോട് പറഞ്ഞു, പ്രജി സാർ എന്ത് വാങ്ങിയാലും 20% ആയിരിക്കാം അല്ലെ? അദ്ദേഹം എന്താണ് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യില്ലേക്കണം. 5000 രൂപയ്ക്ക് സ്വാഭാവികമായിട്ട് 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്ന് കരുതുക. ഞാൻ പറഞ്ഞു 20% കമ്പനി മാറ്റികൾ 300 രൂപയാണ്. അതിന്റെ 20% ഏകദേശം 60 രൂപ ആർക്ക് കിട്ടും? സെയിം നമുക്കൊരു 10 ആളെ കൂടുന്നു സങ്കല്പിക്കുക. ഇങ്ങനെ വരൂല, ഇങ്ങനെ ഇതിന്റെ അപ്പുറം 300 ആളെ കൂടുന്നവരൊക്കെ ഉണ്ട്, 350, 400 ആളെ കൂടുന്നവരൊക്കെ നമ്മുടെ ടീമിലുണ്ട്. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. ഈ ഒരു 10 പേരെ ജസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 10 ഒരു 10 പേരെ കൊടുത്തു. ഇവരൊക്കെ 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് സങ്കല്പിക്കുക. അങ്ങനെ വരില്ല. ഞാൻ കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, വാങ്ങേണ്ടി വരില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആകെ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ 1000 രൂപയുടെ സാധനം വാങ്ങും. നമ്മളൊരു ഉദാഹരണം പറയുന്നത് 5000 രൂപയ്ക്ക് സാധനം വാങ്ങിയെന്ന് സങ്കല്പിക്കുക. ഇദ്ദേഹം ചെയ്ത് റീനാമേഡ് ഈ കൊണ്ടുവന്ന 10 ആളുകളും ഒരു 5000 രൂപയ്ക്ക് സാധനം വാങ്ങി സങ്കല്പിക്കുക. അപ്പൊ 30% എന്ത് ചെയ്യും? അവരെ അക്കൗണ്ടിൽ കയറും അല്ല? 20% എന്താവും? ഈ 10 ആളിൽ നിന്ന് ആർക്ക് കിട്ടും? 60 രൂപ. 10 × 60 അല്ല? 300ന്റെ 20% കണക്കിൽ കുറച്ച് വീക്കാണ്. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പൊ 10 × നമ്മൾ പറഞ്ഞ 20%, 300 രൂപ മാറ്റിയൊക്കെ 20% 60 രൂപ. അപ്പൊ 600 രൂപ ആർക്ക് കിട്ടും? 30% അവർക്ക് തന്നെ എന്ത് ചെയ്യും? ഇനി ഇതേ 10 ആളുകള് വീണ്ടും എന്ത് ചെയ്ത് 10 ആള് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് അങ്ങനെ സങ്കല്പിക്കുക. 100 പേരാവും അല്ലെ? കമ്പനി പറഞ്ഞ എത്രയാണ്? 15%. 300ന്റെ 15% എന്ന് പറഞ്ഞാല് 45 രൂപ. ഏകദേശം 4500. ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ, ഇവര് വീട്ടിൽ വീണ്ടും സാധനം കഴിയും ഇല്ലേ? അരി കഴിയാത്ത ഏതെങ്കിലും വീടുണ്ടോ? അപ്പൊ എന്തായാലും സ്വാഭാവികം കഴിയും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? വാങ്ങും. ഇവര് വീട്ടിലെ സാധനം കഴിയും, അവര് വീണ്ടും വാങ്ങും. കാരണം ഇത് നമുക്ക് വായു പോലെ തന്നെയാണ് എന്ത് ഭക്ഷണം. നമുക്ക് കൊറോണ വന്നോട്ടെ, നിപ്പ വന്നോട്ടെ, അല്ലെങ്കിൽ പ്രളയം ഉണ്ടായിക്കോട്ടെ, എന്ത് സംഭവം വന്നാലും എന്തില്ല ആളുകൾ ഭക്ഷണം കഴിക്കൽ നിർത്തുക. അപ്പൊ ഈ ഒരു സംഭവം ഉള്ളിടത്തോളം കാലം എന്തുണ്ട്? ഹൈറ്റ്സ് കമ്പനി ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതേമാതിരി എന്താ ഇതേ 100 ആളുകൾ വീണ്ടും ഒരു 10 ആളെ കൊടുത്തു സങ്കല്പിക്കുക. അപ്പൊ ഏകദേശം 1000 ആളാവും അല്ലെ? പിന്നെ നമുക്ക് 10% ആണ്. 1000 × 300ന്റെ 10% പറഞ്ഞാല് ഒരു ഏകദേശം 30,000 രൂപ അല്ലെ? നമുക്കിത് 18 ലെവലുണ്ട്. 18 ലെവൽ പറയണ്ട, ഒരു 2 ലെവൽ കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? റീപർച്ചേസിംഗ്. ഓക്കെ. അപ്പൊ ഇതേ സംഭവം വീണ്ടും ഒരു 10 ആളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് 10,000 ആളാവും. കമ്പനി പറഞ്ഞ 5% 15 രൂപ ശേഷം 1.5 ലക്ഷം രൂപ. ഈ സംഭവം ആ മാസം തന്നെ അയാൾ ഇതുമായിട്ടുണ്ടെങ്കിൽ ഈ 30,000 കിട്ടും, ഇതും കിട്ടും, ഇതൊക്കെ കിട്ടും. അപ്പൊ ഇത് എത്ര കാലം ഉണ്ടോ അത്ര. അടുത്ത് പറയുകയാണെങ്കിൽ 7 ലക്ഷം, പിന്നെ 75 ലക്ഷം, 7 കോടി അങ്ങനെ പോവാം. നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കണ്ടല്ലോ. ഒരു ജസ്റ്റ് 2 പേരെ വെച്ചിട്ട്, ഒരു 2 പേരെ വെച്ചിട്ട് ഈ ഒരു അവസരം പറഞ്ഞ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ 18ാമത്തെ ലെവൽ എത്തുമ്പോൾ 5,20,000 മുകളിൽ മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരിൽ നിന്നൊക്കെ ജസ്റ്റ് ഒരു 25 പൈസ കിട്ടിയാൽ പോലെ ഒരു മാസം 1 ലക്ഷം കിട്ടൂല. നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെയ്ത കറക്റ്റ് ടൈമിനാണ് നമ്മൾ ഓരോരുത്തർ ഇവിടെ ഈ ഒരു അവസരത്തിൽ എത്തുന്നത്. കാരണം വെച്ചാൽ വരാനിരിക്കുന്ന അപ്ഡേഷൻ TV ആയിട്ടും, ഫ്രിഡ്ജായിട്ടും, വാഷിംഗ് മെഷീൻ ആയിട്ടും, ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ആയിട്ടും, ഇൻകേസ് എന്തായാലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ വരെ ഈ ഇൻകം നമുക്ക് കിട്ടാൻ പോവാണ്. ആ രൂപത്തിലാണ് കമ്പനിയുടെ വളർച്ച. അപ്പൊ ഈ റീപർച്ചേസിംഗ് കമ്പനി കാൽക്കുലേഷൻ പ്രകാരം അടുത്തൊരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് റീപർച്ചേസിലൂടെ മാത്രം 1 ലക്ഷം രൂപ പ്രതിദിനം വാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളെ ഹരിച്ചിട്ടുണ്ടാവും. അതിൽ ആർക്കാവണം എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മളിപ്പോ തീരുമാനിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് റീപർച്ചേസിംഗ്. അത് മനസ്സിലായോ?
മനസ്സിലായോ? യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വിടാം. ഓക്കെ, അപ്പൊ റീപർച്ചേസിംഗ് പറഞ്ഞു. ഇനി വരാൻ ഇനി ഫസ്റ്റ് പർച്ചേസിംഗ്. ഞാൻ പറഞ്ഞു പ്രജിസാർ കഴിഞ്ഞ മാസം 3 ലക്ഷം രൂപ വരുമാനം വാങ്ങി. സാലിസാർ എത്ര വാങ്ങി? 75,000 രൂപ വാങ്ങി. കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു പെൻഷനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു റീപർച്ചേസിംഗ് എന്താണ്, ഒരു പെൻഷനാണ്. പക്ഷെ നമുക്ക് സാലറി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ നമുക്ക് വണ്ടിയിൽ എണ്ണ അടിക്കാനും, ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ 4,07,000 രൂപ. ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ആളുകളും. ഷെബീർ സാറിന്റെ കൊണ്ടുവന്ന് ഷെബീർ സാർ കഴിഞ്ഞ മാസം വാങ്ങിയത് 8 ലക്ഷം രൂപ. അതുപോലെ തന്നെ ദിലീപ് സാർ കഴിഞ്ഞ മാസം വാങ്ങിയത് 16 ലക്ഷം രൂപക്ക് മുകളിലാണ്. അങ്ങനെ ഓരോരുത്തരും എന്തെങ്കിലും 4-5 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേരണം. അതിന്റെ പറയുന്ന പേരാണ് ഫസ്റ്റ് പർച്ചേസിംഗ്. അതായത് നമ്മൾ ബിസിനസ്സിലോട്ട് ഓരോരുത്തർ വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞു റീപർച്ചേസ് എന്ന് പറഞ്ഞ സംഭവം. ഇതിൽ ഓരോ മെമ്പേഴ്സ് കയറി വന്നപ്പോൾ നമുക്ക് എന്ത് റീപർച്ചേസിംഗ് കിട്ടി. പക്ഷെ ഇവരെ പ്ലേസ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ റീന മാഡം തന്നെ 800 രൂപക്ക് എന്ത് ചെയ്ത് ജോയിൻ ചെയ്തു. റീപർച്ചേസിൽ ഫസ്റ്റ് വന്നത് ആരാണ്? നമ്മൾ പ്രജിസാറാണ് അല്ലെ? പ്രജിസാറാണ് ആര് കൊണ്ടുവന്നത്? റീന മാഡം കൊണ്ടുവന്നത്. പ്രജിസാർ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടാവുക അല്ലെ? 800 രൂപയുടെ ഒരു പ്രൊഡക്റ്റ്. കമ്പനി ഒരാൾ വന്നല്ല നോക്കുക, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അതായത് 1:1 എന്ന റേഷ്യോയില്. ഉദാഹരണം പറയുകയാണെങ്കിൽ റീന മാഡം ഒരു ബന്ധുവിനെ പടി കൊണ്ടുവന്നു. ഇപ്പൊ 2 പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സെല് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1:1 എന്നാൽ എത്രയാണ്? 1. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് 10:10 എത്രയാണ്? 10. അപ്പൊ 1:1 എന്ന റേഷ്യോയില് ഒരു ജോഡിക്ക് ഇട്ടാ, അതായത് ഒരു ജോഡിക്ക് എന്ത് ചെയ്യുന്നത് കമ്പനി 200 രൂപ. അപ്പൊ റീന മാഡം വന്ന് 2 പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോ 200 രൂപ കിട്ടി റീന മാഡത്തിന്. ഈ കിട്ടിയത് ഇവർക്കൊന്ന് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രജിസാറോട് പറഞ്ഞു, പ്രജിസാറ് 2 പേരെ കൊണ്ടുവന്നു. ഇവിടെ ബന്ധുവിന് എത്ര കിട്ടും ഒരു ജോഡിക്ക്? 200. ഇവിടെ പ്രജിസാറിന് എന്ത് ചെയ്യും? 200 ഒരു ജോഡി മാച്ച് ആയി. പക്ഷെ കമ്പനി നോക്കുമ്പോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ജോഡി മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ജോഡിക്ക് 200 ആണെങ്കിൽ 2 ജോഡിക്ക് എത്ര? 400 രൂപ. ഓക്കെ, ഇനി ഇങ്ങനെ റീന മാഡം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിലാക്കാരം ഈ വരുമാനം കിട്ടുന്നുണ്ടപ്പോ റീന മാഡത്തിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ജോയിൻ ചെയ്തതിന്റെ 200 ആർക്കൊക്കെ കിട്ടും, ഇതിന്റെ ഇടയിലൊക്കെ കിട്ടും. പക്ഷെ ഇയാളെ വീട്ടിൽ എന്ത് സാധനം വാങ്ങിയാലും 20% ആർക്ക് കിട്ടുക? അതെന്തുകൊണ്ടാ? ഡയറക്റ്റ് സ്പോൺസർ ആരാണ്? റീന മാഡം. പിറ്റേ ദിവസം ഇവിടെ ഒരു 3 ആളായി, ഇവിടെ ഒരു 3 ആളായി. ഇവര് എങ്ങനെയായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്തതിന് ഫലമായിട്ട് പിറ്റേ ദിവസം 10 ജോഡി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 ജോഡിക്ക് എത്ര കിട്ടും? ഒരു ജോഡിക്ക് 200 10 ജോഡിക്ക് 2000 രൂപ ആർക്ക് കിട്ടും? റീന മാഡത്തിന് കിട്ടും. പക്ഷെ ഇങ്ങനെ കൊടുത്തുപോയ കമ്പനി നഷ്ടത്തിലോ? അതിന് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം പരമാവധി 25 ജോഡിയെ മാച്ച് ചെയ്യാൻ പറ്റും. 25 ജോഡിക്ക് എത്ര? 5000 രൂപ. ഇനി ഇവിടെ പിറ്റേ ദിവസം 30 ജോഡി നടന്നു, എന്നാലും എത്ര കിട്ടുള്ളൂ? 5000 കിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു 100 ജോഡി നടന്ന്, അല്ല 100 ബിസിനസ് നടന്ന്, ഇവിടെ 30 നടന്നിട്ടുള്ളൂ, ഇന്നലെ 5000 കിട്ടുള്ളൂ. ബാലൻസ് ചെയ്ത് പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് കമ്പനി മാറ്റും. അപ്പൊ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി 5000 രൂപ ഉണ്ടാക്കാം. ഒരു മാസം എത്രയായി? 1.5 ലക്ഷം. 1.5 ലക്ഷം. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു സാർ കഴിഞ്ഞ പ്രാവശ്യം 3.5 ലക്ഷം രൂപക്ക് മുകളിൽ വാങ്ങി, ദിലീപ് സാർ 15 ലക്ഷം വാങ്ങി. അതെങ്ങനെ? അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവത്തെ റീന മാഡത്തിന് എന്തെങ്കിലും കൂടുതൽ വരുമാനം കിട്ടാൻ പറഞ്ഞ ഒരു ഐഡിയ എത്ര കിട്ടുള്ളൂ? 5000 കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവത്തിന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് റീന മാഡം എന്ത് ചെയ്യാം, ഒരു 800 രൂപ മുടക്കി ഒരു പ്രൊഡക്റ്റ് കൂടി എടുക്കുക. വീണ്ടും 800 മുടക്കി ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 ഐഡിയ ഇല്ല. ഇവിടെ റീന മാഡം ആദ്യം ചെയ്തത് എന്താണ്, ഒരു ഐഡിയ എടുത്തത് 800 രൂപ. ഇവിടെ ഒരു 4 പേരെ പ്ലേസ് ചെയ്ത്, ഇവിടെ ഒരു 4 പേരെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ജോഡിക്ക് എത്ര കിട്ടും റീന മാഡത്തിന്? 800 രൂപ. ഇതേ 4 ആളുകള് റീന മാഡം 800 മൊത്തം 2500 രൂപ ചെലവന്നില്ല 3 ഐഡിയക്ക് ആയിട്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ ഈ 4 ജോഡി ഇവിടെ 2 ആളിട്ട്, ഇവിടെ 2 ബിസിനസ് നടത്തി, ഇവിടെ 2 ബിസിനസ്, ഇവിടെ 2 ബിസിനസ്. ഇവിടെ 2 ജോഡിക്ക് എത്ര കിട്ടും? 400. ഇവിടെ എന്ത് ചെയ്യുന്നത്? 2 ജോഡി 400 കിട്ടും. പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5 മെയിൻ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? 5 ബിസിനസ് നടന്നിട്ടുണ്ട്. ഏകദേശം 1000 കിട്ടൂല. അപ്പൊ ഇവിടുത്തെ 400
ഇവിടുത്തെ 4 മൊത്തം 1800. 800. അത് ചിന്തിച്ചു നോക്കുക. ഇവിടെ നമ്മൾ ഒരു ഐഡി എടുത്ത് വന്നപ്പോ നമുക്ക് കിട്ടിയത് 800 രൂപ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് 3 ഐഡി എടുത്ത് വന്നപ്പോ 1800 രൂപ. സെയിം ബിസിനസ് സെയിം ആള്, പക്ഷെ എന്ത് ചെയ്ത് നമ്മൾ 3 ഐഡി എടുത്തതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്ത് ഡബിളായി. ഇതിന്റെ നമുക്ക് കമ്പനി റൂൾസ് പ്രകാരം ഇപ്പൊ കിട്ടുന്ന ഒരു അവസരമാണ് ഒരാൾക്ക് എന്ത് ചെയ്യാം 3 ഐഡി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ മാക്സിമം അവരെ 7 ഐഡി 8 ഐഡി ഒക്കെ ആക്കിയിട്ട് വർദ്ധിപ്പിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 5000 ദിവസം കിട്ടുള്ളൂ. റീനമ്മയുടെ 3 ഐഡി എടുത്തതിന്റെ ഫലമായിട്ട് ഒരു ദിവസം 15000 രൂപ എന്താ ചെയ്യാ ഉണ്ടാക്കാം. മാസം എത്ര കിട്ടും? 4 ലക്ഷം. 4 ലക്ഷം രൂപ കിട്ടും. ഇതാണ് ഫസ്റ്റ് പർച്ചേസിങ്. ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഐഡികൾക്ക് 4 ലക്ഷം വാങ്ങാം. വീട്ടിൽ വീണ്ടും 3 ആളുണ്ടെങ്കിൽ അവരെ പേരിൽ 4.5 വാങ്ങാം. മൊത്തം 9 ലക്ഷം റുപ്യ എന്ത് ചെയ്യാം ഒരു മാസം വീട്ടിൽ എത്ര ആണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അത്രക്കും വലിയൊരു അവസരമാണ് എന്ത് ഫസ്റ്റ് പർച്ചേസിങ്. ഇത് മനസ്സിലായോ? ഇങ്ങനെ മാഡം ഇങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ 100 ഇവിടെ 101 ഇങ്ങനെ പോണതിൻ്റെ മാഡത്തിന് ഒരാളെ കൂടി കിട്ടി കഴിഞ്ഞാൽ ഇയാൾ ജോയിൻ ചെയ്ത വരുമാനം 100 ആൾക്കൊക്കെ കിട്ടും. പക്ഷെ വീട്ടിലേക്ക് സാധനം വാങ്ങി കഴിഞ്ഞാൽ 20% ആർക്ക് കിട്ടുക മാഡത്തിന്. എന്തുകൊണ്ടാണ്? മാഡാണ് അതിന്റെ സ്പോൺസർ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പർച്ചേസിങ്. ഇനി പറയാൻ പോകുന്ന ഒരു വരുമാനം കൂടി ഉണ്ട്. ഇന്ന് ഹൈറിക്സില് നമുക്ക് എല്ലാവരും വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, ഡിജിറ്റൽ സീലിംഗിന്റെ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം 80, 90, ചില ദിവസം 140 മേലെ ആളുകളുണ്ട്. അതായത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഡിജിറ്റൽ കമ്പനിയിൽ വന്നിട്ട് ഒരു വർഷം പോലും കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് എന്ത് ഇത് ഈ നമ്മളെ ഫസ്റ്റ് പർച്ചേസ് ഉണ്ടല്ലോ ഇതുപോലെ ബൈനറി എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് മാറിയത്. അതായത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി ഉണ്ടായത് എവിടെയാണ്? ചൈനയില്. അപ്പൊ മാസ്ക് ഇട്ടിരിക്കുന്ന എവിടെയാണ്? കേരളത്തിൽ ഒറ്റപ്പാലത്തിൽ ഒരു ബാക്ടറിന്റെ ഉള്ളില്. എന്തുകൊണ്ടാണ്? അതായത് കൊറോണ ഒരാളിൽ നിന്നുണ്ടായി, അത് 2, 4, 8 ലോകം മൊത്തം എന്ത് ചെയ്ത് സ്പ്രെഡായി. ഇതുപോലെ കമ്പനി കണ്ടക്ടർ ടെക്നിക്കാണ് ഇത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ ഒരു അവസരം കുറെ സാധനക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കണ്ടക്ടർ മാറുകയാണ് എന്ത് ഞാൻ പറഞ്ഞ ഈ 1, 2, 4 എന്നുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ഒരു വരുമാനം കൂടി തരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഇപ്പൊ സാറ് ആമസോണിൽ ഫോൺ വാങ്ങി ഇല്ല, ഈ ഫോണ് സാറിന് ആമസോണിൽ വില കുറവിൽ കിട്ടുന്ന ആരും പറഞ്ഞിട്ടാണ് കഴിയുന്നത്. സാറിങ്ങനെ യൂട്യൂബിൽ കയറുമ്പോ പെട്ടെന്ന് പരസ്യം വരും ആമസോണിൽ. ജസ്റ്റ് ആ ലിങ്കിലൊന്ന് തൊടും, സംഭവം പർച്ചേസ് ചെയ്യും. അപ്പൊ ഇതേമാതിരി എന്ത് ചെയ്യുന്നുണ്ട് ഹൈറിക്സിന്റെ എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. ഇതിന്റെ വരുമാനം ഇപ്പൊ കഴിഞ്ഞ ദീപാവലി ഓഫറിൽ 4 ദിവസം മലയാള മനോരമയിലെ വെണ്ടക്കക്ഷത്തിൽ 4 ദിവസം കൊണ്ട് ആമസോൺ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് 36,000 കോടിയാണ്. ചിന്തിച്ചു നോക്കുക, 36,000 കോടിയാണ് 4 ദിവസം കൊണ്ട് ആമസോൺ കളക്ട് ചെയ്തത്. അപ്പോ ഇതേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറെ കമ്പനി നടത്തുന്നുണ്ട്, സ്നാപ്ഡീല്, അതുപോലെ കുറെ കമ്പനി ചെയ്യുന്നുണ്ട്, ഫ്ലിപ്കാർട്ട്, കുറെ സംഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഹൈറിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. ഇതിലൂടെ പാന്റായിട്ടും ഷർട്ടായിട്ടും ബെൽറ്റായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ട് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വരുമാനം കമ്പനി എന്ത് ചെയ്യണ്ട, ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, കമ്പനിക്ക് അവകാശപ്പെട്ടാണ്. പക്ഷെ ഈ വരുമാനം എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 കോടി രൂപ കിട്ടിയത് കരുതി കഴിഞ്ഞാൽ ഒരു ആഴ്ചയിലാണ് ഇതിന്റെ ഇൻകം കിട്ടുക. 1 കോടി രൂപ ഈ ഡിജിറ്റൽ മാർക്കറ്റുമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 50 ലക്ഷം രൂപ നമ്മളെ 800 രൂപ കൊടുത്ത ഐഡിയ ഇല്ലേ, ഇതിന് 10,000 കൊടുത്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10,000 കൊടുത്ത് ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ വർക്ക് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യാം വരുമാനം കിട്ടും. സിസ്റ്റമാണ് റീപർച്ചേസ് ഡിജിറ്റല്. അതെങ്ങനെയാന്ന് വെച്ചാൽ 10,000 കൊടുത്ത ആൾക്ക് ഒരു ഏകദേശം 30,000 രൂപ വരെ കിട്ടും. അതെങ്ങനെ സംഭവം വെച്ചാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റ് വഴി കിട്ടുന്ന വരുമാനം കമ്പനി എന്തിന് പകുതി ഇപ്പൊ 1 കോടി രൂപ കിട്ടിയെങ്കിൽ 50 ലക്ഷം രൂപ ആരൊക്കെയാണ് 10,000 കൊടുത്തത് അവർക്ക് എന്ത് ചെയ്യാണ് വീക്കില് ഇതിന്റെ ലാഭവിഹിതം വീതിച്ചുള്ളൂ. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയിൽ 110, 115, 95 ആ രൂപത്തിലാണ് കിട്ടുന്നത്. പക്ഷെ ഇനി കമ്പനി എന്ത് ചെയ്ത് കുറെ സംഭവങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് മൾട്ടിവെന്റർ പേരോട് കൂടിയിട്ട് ഇതിന്റെ ഇൻകം ചെയ്യും, കിട്ടുന്നത് വരുമാനം കൂടും. എന്നാണ് 30,000 രൂപ നമുക്ക് ആവുന്നത്, അന്ന് ഇത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഐഡി കട്ടൊന്നുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ റീന മാഡം ചെയ്ത് 800 രൂപ കൊടുത്തിട്ട് 10,000 രൂപ കൊടുത്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ, ഇപ്പൊ റീന മാഡം 800 കൊടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, സ്വാഭാവികമായിട്ടും പ്രതിസാരം ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 30,000 രൂപ ആർക്ക് കിട്ടും. റീന മാഡത്തിന് ബിസിനസ് ചെയ്യാൻ തന്നെ ഓരോ ആഴ്ചയിലും 115, 120 കിട്ടും. എന്നാണ് 30,000 ഉള്ളത്. ഇപ്പോഴത്തെ കാൽക്കുലേഷൻ ഒരു 6 വർഷത്തോളം നമുക്ക് പിടിക്കും. അതിന്റെ കറക്റ്റ് റൂട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പ്രതിസാരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ
ഇതിന്റെ സ്പോൺസർ ആയിട്ട് 10,000 രൂപ കിട്ടും, 1000 രൂപ കിട്ടും, റീനാമേഡത്തിന് കിട്ടും. ഒരാളെ ഡിജിറ്റൽ മാർക്കറ്റ് വഴി ബിസിനസ് കൊടുത്താൽ അതിന് സ്പോൺസറിൽ 1000 കിട്ടും. ലെഫ്റ്റ് സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ബിസിനസ്സിൽ എത്ര ആളെ സ്പോൺസർ ചെയ്യണോ ആ സ്പോൺസറിനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും 1000 കിട്ടും. ഇവിടെ ഒരു ജോഡി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ 200 ആണെങ്കിൽ ഇവിടെ ജോഡിക്ക് എന്ത് ചെയ്ത് 1000 കിട്ടും. അപ്പൊ രണ്ടുപേരും വന്നാൽ തന്നെ റീനാമേഡത്തിന് എന്തായി 3000 രൂപ. പക്ഷെ ഇങ്ങനെ പഴയമാതിരി കൊടുത്തുപോയ കമ്പനി നഷ്ടം. കമ്പനി ക്രൈറ്റീരിയ ഉണ്ട്, ഒരു ദിവസം 10 ജോഡി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിജിറ്റലിൽ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, 10,000 രൂപ കിട്ടും. അപ്പോൾ ഒരു ദിവസം 10,000 ആയി കഴിഞ്ഞാൽ ഒരു മാസം 3 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റ് വഴി ഉണ്ടാക്കാം. ഈ ഒരു സംഭവത്തിന് നമുക്ക് 3 ഐഡിയ വെച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം 30,000, മാസം 9 ലക്ഷം രൂപ ഉണ്ടാക്കാം. മറ്റേത് 4.5 ലക്ഷം. ഇതാണ് ട്രേഡ്. ഇതിൽ കുറെ അവാർഡും അതുപോലെ തന്നെ കുറെ ടൂറും പിന്നെ അതുപോലെ തന്നെ റോയൽറ്റി ഉണ്ട്, പെൻഷനൊക്കെ ഉണ്ട്. ലെവലെത്തി കഴിഞ്ഞാൽ പെൻഷനൊക്കെ ഉണ്ട്. ആ സംഭവം നിങ്ങൾ ആരാണ് ബിസിനസ് കൂടുന്നത് അവരും വൈകി. കാരണം ഇതൊക്കെ പാടെ പറഞ്ഞിരുന്നിട്ട് ആകെ സ്റ്റാർട്ടിങ്ങിൽ ഞാനും കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷനായ സംഭവമാണ് ഇതൊക്കെ പാടെ കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഹാൾ വിട്ട് പോകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആരും ബിസിനസ് കൂടുന്നത് അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ, അപ്പോ ഞാൻ വീണ്ടും എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ പ്ലാനിൽ എന്തെങ്കിലും ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ആരും ബിരിയാണി തോന്നുന്നില്ല. അപ്പൊ എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷറഫുദ്ദീൻ, സ്ഥലം പറഞ്ഞ വളാഞ്ചേരിയാണ്. ബിസിനസ് വന്നിട്ട് 1 വർഷം 10 മാസം കഴിഞ്ഞ് ഏകദേശം ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് പോയ 65,000 അടുത്ത് മെമ്പേഴ്സ് ഉണ്ട്. ഏകദേശം 42 ലക്ഷം രൂപ ഈ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് എന്തെങ്കിലും ടൈമില് ഒരു ബിസിനസ് വന്ന ടൈമിൽ നിരവധി കുറെ ബാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടാർഗറ്റ് 12 ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നു. അതിന് 8 മാസം കൊണ്ട് ഇതുണ്ട് ബിസിനസ് കിട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇതിലൂടെ ഒരു കാർ എടുത്തിട്ടുണ്ട്. ഇതിൽ പുറമെ എന്റെ വീടിന്റെ പണി ഏകദേശം 2.5 ലക്ഷം സാറിന് 2.5 ലക്ഷം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സംഭവം നമുക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ കൊണ്ടോ നെക്സ്റ്റ് അടുത്ത മാസം 15-ാം തീയതി കൂടിയിട്ടാണ് ഏകദേശം എന്റെ സ്വപ്നവാനായ ജാഗൂർ 10-60 ലക്ഷം രൂപ വണ്ടി കൂടെ കിട്ടാൻ വേണ്ടി എനിവേ എല്ലാവർക്കും അതിലൂടെ വലിയൊരു വിജയം ഉണ്ടാവട്ടെ. അതിന് സർവത്തിന് അനുഭവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.